നമസ്കാരം. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ ഭാഗം പെടുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ 11 നിന്ന് 12 പോവുകയാണ്. എങ്കിലും എല്ലാ ചിങ്ങം രാശിക്കാരിൽ പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഈ 11 വ്യാഴം നിന്നപ്പോൾ ഗുണം കിട്ടിയിരുന്നോ എന്നറിയില്ല. എങ്കിലും 11 വ്യാഴം ഗുണങ്ങൾ വന്നു ചേരേണ്ടതാണ്. നിങ്ങളുടെ ജാതകവശാലും പ്രാർത്ഥനകൾ കൊണ്ടുമൊക്കെ ഗുണങ്ങൾ കിട്ടേണ്ടതാണ്. ശനി അഷ്ടമത്തിലാണ് എങ്കിലും ചിലവർക്ക് രോഗദുരിതങ്ങളൊക്കെ നല്ലതുപോലെ അലട്ടുന്നുണ്ട്. എന്നാലും 11 നിന്ന് വ്യാഴം നഷ്ടസ്ഥാനമായ 12 പോകുന്നത്. എന്നാലും 4, 6, 8 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ആ ദൃഷ്ടി നിങ്ങൾക്ക് പ്രയോജനപ്രദമാവും. 12 വ്യാഴം പോകുന്നതെങ്കിലും 4, 6, 8 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാക്സിമം 12 എന്ന് പറയുന്ന ഉച്ചസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധനച്ചെലവുകൾക്കെല്ലാം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇതുവരെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ പാഴ്ചെലവുകളോ അല്ലെങ്കിൽ മറ്റ് ധനധൂർത്തുകളോ ധനച്ചെലവുകളോ ഒക്കെ വന്നിട്ടുള്ളവർക്ക് അനാവശ്യ ചെലവുകളൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ടൊക്കെ സ്വയം നിങ്ങൾ ഒന്ന് പഠിക്കും. അങ്ങനെ സ്വയം ഒന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ആ ചെലവുകൾ, പാഴ്ചെലവുകളൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും. 12 വ്യാഴം നമുക്ക് അങ്ങനെ ഒരു ഗുണവും കൂടെ കൊണ്ടുതരുന്നുണ്ട്. എങ്ങനെയാണ് ധനം ചെലവാക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിലനിർത്താണ്ട് അതൊക്കെ മാറ്റാനൊക്കെ പറ്റും. ചിലപ്പോൾ നിങ്ങൾ 10 രൂപ ചെലവഴിക്കുന്നിടത്ത് 2 രൂപ ചെലവഴിച്ച് ബാക്കി 8 രൂപ നിങ്ങൾ മാറ്റി വയ്ക്കുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതലായിട്ട് ധനനിയന്ത്രണം സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുപോലെ പുണ്യപ്രവൃത്തികളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ സാധ്യമാകുന്നതാണ്. മധ്യപ്രായം കഴിഞ്ഞവർക്ക് ഉറക്കം ലഭിക്കാതെ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നവർക്കും ഒക്കെ ഉറക്കം കിട്ടാനുള്ള വഴികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാമജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ആശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യാഴം 12 വ്യാഴം. കാരണം അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ശനിയാണെങ്കിൽ അഷ്ടമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രോഗവിമുക്തി ചിലപ്പോൾ വരാൻ താമസം വരാം. രോഗത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഒരു ആശ്വാസം എന്ന രീതിയിൽ വ്യാഴം നമുക്ക് ദോഷപ്രദനല്ലാതിരിക്കും. 12 വ്യാഴം പൊതുവെ നഷ്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മളുടെ പ്രവൃത്തിയും ചിന്തയും നമ്മളുടെ ആ ഒരു ധനനിയന്ത്രണവും ഒക്കെ കൊണ്ട് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാം. കൂടുതലായിട്ട് പൈതൃക സ്വത്ത് അനുഭവയോഗ്യമാകുന്ന കാലമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും. ഇതുവരെ ക്ഷേത്രത്തിൽ പോകാതിരുന്നവർ ചിലപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകാൻ തുടങ്ങും. ഇതുവരെ സമയം കിട്ടി പ്രാർത്ഥിക്കാതിരുന്നവർ ചിലപ്പോൾ പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കും. പുതിയ ഭവനം, വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതിയത് പണിയാനോ അല്ലെങ്കിൽ പഴയതിൽ എന്തെങ്കിലും റിനോവേഷൻ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരമൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് പഴയ വീടൊക്കെ പൊളിച്ചു പണിയോ അല്ലെങ്കിൽ അതിൽ തന്നെ എന്തെങ്കിലും റിനോവേഷൻസ് ഒക്കെ സാധിക്കുന്നുണ്ട്. ഭൂമിയോ വസ്തുവൊക്കെ മേടിക്കാൻ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം അതിൽ നിന്നുണ്ടാകുന്നതാണ്. വാഹനം മാറ്റി വാങ്ങാൻ അവസരം വന്നു ചേരുന്നുണ്ട്. അത് വലിയ ലയബിലിറ്റിയിലേക്ക് പോവാതെ അത്യാവശ്യം നിങ്ങളുടെ കണക്കിൽപ്പെടുന്നതും കൊക്കിലൊതുങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ മുന്നിലേക്ക് തുറന്നു വരും. പക്ഷെ അതുകൊണ്ട് ലയബിലിറ്റികൾ കൂട്ടാതിരിക്കാനായിട്ട് ധനനിയന്ത്രണം ഏർപ്പെടുത്താം. മാതാവോ അമ്മയോ ആയിട്ടുള്ള ബന്ധുക്കളോ അമ്മയോട് ചേർന്നുള്ള ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്ക് സഹായം തരുന്നതാണ്. പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കാം. സന്താന ഭാഗ്യം ആഗ്രഹിച്ചവർക്ക് അതും വന്നു ചേരുന്നതാണ്. ലോണോ ചിട്ടികളോ ഒക്കെ പിടിക്കാൻ കാത്തിരുന്നവർക്ക് ചിലപ്പോൾ ലോണുകൾ കിട്ടാം. ചിലപ്പോൾ ചിട്ടികളൊക്കെ കൂടിയിരുന്നവർക്ക്, ഇതുവരെ കിട്ടാതിരുന്നവർക്ക് ചിട്ടികളൊക്കെ നിങ്ങൾക്ക് വീണ് കിട്ടാനൊക്കെ യോഗം കാണുന്നുണ്ട്. ലയബിലിറ്റി ഒക്കെ തീർക്കാനായിട്ട്, ഇതുവരെ ഉണ്ടായിരുന്ന ലയബിലിറ്റി ഒക്കെ തീർക്കാനായിട്ട് നിങ്ങളെ ബന്ധുക്കളൊക്കെ സഹായിക്കുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. ചതിയിൽ അകപ്പെട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ വിശ്വസിച്ച് ചതിയിലും വഞ്ചനയിലും അകപ്പെട്ട് പണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തെ സന്തോഷവും സമാധാനവും വന്നുപെടുന്ന ഒരു കാലയളവാണ്. ശനി പ്രീതി വരുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അഷ്ടമത്തിലെ ശനി നിങ്ങൾക്ക് ദോഷം വരുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.